ഹേ ഗായ്സ്, ഞാൻ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുന്നു. ഇപ്പം എന്താ ടി വി ഓഫ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ ഫാൻ ഓഫ് ചെയ്യണമല്ലോ. അതെൻ്റെ ഫോൺ കണക്റ്റിങ് ആണ്. എൻ്റെ ഫോൺ കണക്റ്റ് ആയിട്ടാ ടി വി ഒക്കെ എൻ്റെ ഫാനൊക്കെ ഫോൺ കണക്റ്റിലാണ് ഞാൻ ചെയ്തേക്കണത്. അതുകൊണ്ട് ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഫോൺ കണക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എവിടെ വെച്ചാണെങ്കിലും ഫാൻ ഓണാക്കാം ഓഫാക്കാം. അതുകൊണ്ട് ബാക്കി ആർക്കും ഇതിവിടെ സ്വിച്ച് ഒന്നുമില്ല. കണ്ടോ, ഫാൻ ഓഫ് ആയി. കണ്ടോ, എൻ്റെ ഫാൻ ഓഫ് ആയി. അതാണ് ഇവിടുത്തെ മേച്ചാലം ഉണ്ട്. പിന്നെ അപ്പം ഞാനിവിടെ പി സിയിൽ ഗെയിമൊക്കെ കളിച്ച് കുറച്ച് നേരം, എന്നിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വി കണ്ടിട്ട് ഞാൻ പുറത്ത് അപ്പോഴാണ് കാറിൻ്റെ പരസ്യം കണ്ടത്. എനിക്ക് കാറ് എന്ന് വെച്ചാൽ മുഹൂർത്ത പ്രാന്താണ്. പക്ഷെ എൻ്റെ ഉള്ളത് ഒരു കുഞ്ഞി ഡിഫൻഡർ. എനിക്ക് ഇഷ്ടമല്ല ഈ ഡിഫൻഡർ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുതിയ എന്തത് എൻ്റെ ഒരൊറ്റ ചാട്ടം കൊണ്ട് ആ സാധനം പൊളിഞ്ഞ് ഇല്ല. എന്നാലും ഈ ഡിഫൻഡർ പൊളിയൊക്കെയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അതാണ് പ്രശ്നം. അന്ന് ഞാൻ പുതിയ കാർ വാങ്ങിക്കാൻ പോവാണ്. എൻ്റെ സ്റ്റാൻഡിങ്ങിലൊക്കെ ഞാനത് ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഡിഫൻഡർ ഞാൻ ഉപേക്ഷിക്കരുതെന്ന് വിചാരിക്കണ്ട. ഡിഫൻഡർ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഡിഫൻഡർ ഉപേക്ഷിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഡിഫൻഡർ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ കടയാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ്. എനിക്ക് നടന്നെത്താൻ ദൂരം അത്ര കുറച്ച് ദൂരമുണ്ട്. എന്നാലും ഇതിവിടെ അടുത്താണെന്ന് അർത്ഥം. എന്തായാലും ഇത് പൊട്ടിയപ്പോൾ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എനിക്ക് പുതിയ കാറുകൾ ഉണ്ടാവും. ഇവിടെ ഒരുപാട് വിൽക്കുന്നുണ്ട്. സൂപ്പർ ബൈക്ക് അധികം ഇല്ലട്ടാ. സൂപ്പർ ബൈക്ക് വിറ്റു ഒന്നുമില്ല. കാറുകളല്ലേ വിറ്റു പോകാത്തുണ്ടാവുമല്ലോ. ഞാൻ എന്തായാലും ഇപ്പം കാറുകളൊക്കെ ഒന്ന് നോക്കട്ടെ. ചേട്ടൻ ഉണ്ടാവും ഇവിടെ. ഈ ചേച്ചിയാണ് ഇവിടുത്തെ ഓണർ. ചേച്ചിയല്ലേ ഓണർ? ആടെ എന്താ നിനക്ക് വേണ്ട? ആണോ മോനെ, എന്താ നിനക്ക് വേണ്ടേ? ചേച്ചി എനിക്കൊരു പിന്നെ കാർ ഷോറൂമിൽ കാറും ബൈക്കും അല്ലാതെ പിന്നെ കാർ ഷോറൂമല്ല ബൈക്കും എല്ലാം കിട്ടണേ. ഈ കടയിൽ കാറും ബൈക്കും വാങ്ങാനല്ലേ ഞാൻ വരിക ചേച്ചിയെ. എന്തൊക്കെയുണ്ട് ഇവിടെ? എന്തത് ഞാൻ ഒന്ന് വിവരിക്കാം. ആദ്യമായിട്ടുള്ള റോൾസ് റോയ്സ്, പിന്നുള്ളത് നമ്മളുടെ ലംബോർഗിനി ഉറൂസ്, പിന്നുള്ളത് ബുഗാട്ടി ഉണ്ട്. ഗൈസ് ഇവിടെ ഉള്ള ബുഗാട്ടിന്, പിന്നെ ലംബോർഗിനി V2 മറ്റേ V2 എന്ന് പറഞ്ഞാൽ, പിന്നുള്ളത് എൻ്റെ ഉള്ള തന്നെ. പിന്നെ സ്കോർപ്പിയോ ഉണ്ട്, പിന്നുള്ളത് താറ് കിട്ടാ. ഇത്ര ബൈക്കുകളാണ് ഇവിടെ ഉള്ളത്. ചേച്ചി അങ്ങനെയാണ് പറയണത്. ചേച്ചിയെ ഇവിടെ ഇതൊക്കെ അല്ലേ ഉള്ളത്? അതെടാ മോനെ, ഇവിടെ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പം എനിക്കിപ്പം ഈ റോൾസ് റോയ്സിന് എത്ര? ഈ റോൾസ് റോയ്സിന് അത്യാവശ്യം പൈസ ഉണ്ട്. ഒരു 5 കോടി. 5 കോടിയാ? അത് എൻ്റെ വീടിന് പോലും അത്ര രൂപ പൈസയില്ല. അല്ല ഇതിനെത്ര? ഇതിനാണോ മോനെ? ലംബോർഗിനി ഉറൂസ് അല്ലേ ഇത്? ലംബോർഗിനി ഉറൂസിന് അത്ര കാശില്ല മോനെ. ഇതിന് ഉള്ളത് കാശെന്ന് വെച്ചാൽ ഒരു 5 കോടി. ഇതിന് 5 കോടിയോ? ചേച്ചി ഒന്ന് കുറക്ക്. അല്ലേ 5 കോടിയല്ലേ മോനെ? ചേച്ചി 3 കോടി. അല്ല മോന് 5 കോടി മോനെ പറ്റൂല മോനെ. 4 കോടി. 4 കോടിയാണ് ഇനി പൈസ. അതെ മോനെ. അപ്പം എനിക്കൊരു 4 കോടിക്കാട്ടെ. 4 കോടിയാണോ? എൻ്റെ ഉള്ളത് ഇപ്പോൾ 2 കോടി. ചേച്ചി 2 കോടിക്കാറ്റോ ലംബോർഗിനി ഉറൂസ്? അതൊന്നും പറ്റൂല മോനെ. പക്ഷെ എൻ്റെ കടയിൽ നാളെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. നാളെ വാ നീ. ഓക്കെ ചേച്ചിയാ, അപ്പോൾ നാളെ നമുക്ക് പോവാം.
ഞാൻ പോവേട്ടാ. നമുക്ക് പോവാ. ഈ ചേച്ചി തന്നെ പിന്നാലെ ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായി. എന്നാ നമുക്ക് നീ നാളെ അവിടെ ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞേക്കട്ടെ. ഞാൻ ഡ്രസ്സ് കുളിക്കണാണ്ടി മുമ്പേ ആദ്യം വന്നത് ഇങ്ങോട്ടാ. ചേച്ചി എന്നെ കാത്തിക്കുണ്ടാവും. നാളെ ഡിസ്കൗണ്ടിന് ഞാൻ ഇന്ന് ഞാൻ എൻ്റെ ഉള്ള 4 കോടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും സൂപ്പർ കാർ തന്നെ ആയിരിക്കും ഞാൻ വാങ്ങിക്കാം. പക്ഷേ സ്കോർപ്പിയോ ഒന്നും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ സൂപ്പർ കാറായിരിക്കും വാങ്ങിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർ. എന്താ ചേച്ചി ഇവിടെ കാണിക്കണത്? ഇത് വേറെ ആരുമാണ്. നിങ്ങൾക്കൊക്കെ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കണേ? ചിലപ്പോൾ ഇവർ മറ്റോൻ്റെ ആൾക്കാരിരിക്കും. എൻ്റെ ശത്രുവിൻ്റെ ഇവൻ എന്തിനാ അല്ല അല്ല എൻ്റെ പിന്നാലെ നടന്ന എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ. ഇതാണ് ചേച്ചിയെ ചേച്ചി അല്ല ഇന്നലെ ഓഫറുണ്ടെന്ന് പറഞ്ഞേ. മോനെ ഇന്നാണ് ഓഫറുണ്ടെന്ന് പറഞ്ഞേ. അപ്പം എനിക്ക് വേണ്ട കാറ്. എന്നാൽ ആൾക്കാരെന്താ ഇല്ലാത്ത? അത് എൻ്റെ കടയിൽ ഇപ്പോൾ ആൾക്കാരൊന്നും അധികം ഉണ്ടാവാറില്ല മോനെ, അതുകൊണ്ടാണ്. ഓക്കെ ചേച്ചി, അപ്പം നമുക്ക് കടയിലോട്ട് പോട്ടെ, നോക്കാം. കാർ പർച്ചേസ് ചെയ്യാനാണ് ഞാൻ വന്നേക്കണത്. എൻ്റെ ഈ നഗറിൻ്റെ നമ്മളുടെ സ്ഥലത്തിൻ്റെ സിറ്റിയുടെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ സ്ഥലത്ത് ഉള്ള ഏറ്റവും ബെസ്റ്റ് കാർ ഷോറൂമും പിന്നെ ആകെയുള്ള കാർ ഷോറൂമും കൂട്ടാം. ആ ചേച്ചിയോട് എന്താണ് ചേച്ചി? എനിക്ക് സൂപ്പർ ബൈക്കല്ലേ വേണ്ട കേട്ടാ, എനിക്ക് സൂപ്പർ കാർ മതി. ഓക്കെടാ, നീ ഉണ്ടോ? സ്കോർപ്പിയോ ഇതിനെത്രയാ സ്കോർപ്പിയോക്ക്? ഇതിനധികം ലക്ഷം ഇട്ടാ, ഒരു 2 ലക്ഷം രൂപ ഇത്ര ഉള്ളോ? എന്നാലും ശരി, 2 അല്ല 4 ലക്ഷം. 4 ഉള്ളോ? എൻ്റെ ഇപ്പോൾ 1 കോടി ഉണ്ട്, 4 കോടി ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം റിച്ചാണല്ലോ, അതുകൊണ്ട്. അപ്പം ഇതിനെത്ര ചേച്ചിയെ? ഇതിന് താറല്ലേ? ഇതിന് ഏകദേശം വലിയ വില എന്തായാലും ഒരു 5 ലക്ഷം. 5 ലക്ഷം ഇത്ര ഉള്ളൂ എൻ്റെ ഇപ്പോൾ. എത്ര ഇതൊന്ന് എന്നാലും നമുക്ക് സൂപ്പർ കാറുകൾ നോക്കാം. ഇതിനെത്ര ചേച്ചി? ഇതിന് റോൾസ് റോയ്സ് അല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത്? ഇതിന് ഒരു 5 കോടി തന്നെ, മാറ്റില്ല അല്ലേ? അല്ല ഇന്ന് ഓഫറിലല്ലേ? ഓഫറിലപ്പോൾ ഒരു ഓഫർ വേണ്ട ചേച്ചി. സ്കോർപ്പിയോക്കും താറിന് ഓഫറില്ല കേട്ടാ, ബാക്കി എല്ലാത്തിനും ഓഫറുണ്ട്. സൂപ്പർ കാറിൻ്റെ ഓഫറുണ്ട്. ഇതിന് 4 കോടി മാറ്റിയ 4 കോടി മാറ്റി. ഇതിൻ്റെ ഇപ്പം ഇന്നത്തെ റേറ്റും സെയിലുള്ളതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് 4 കോടിയുടെ പകുതി. ഇതെന്താ ചേച്ചി? ചേച്ചി തന്നെയാണ്. എന്താ ചേച്ചി? കേട്ടോ ചേച്ചി തന്നെയാണ്. വേറെ ആരെങ്കിലും ആയിരിക്കും ഇവിടുത്തെ മാനേജർ. മാനേജർ ഇത് ഇവിടുത്തെ പറയണ ആളാണ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതിനൊന്നുമില്ല. ഗൈസ്, ഓണർ വന്നിട്ടുണ്ട് കേട്ടോ. ഇയാളാണ് ഇവിടുത്തെ ഈ കടയത്തെ ഓണർ. ആ ചേച്ചി എവിടെ ഇട്ടോ പോയി? ആ ചേച്ചി ഞങ്ങളെ പറ്റിച്ചാണ്. അല്ല ചേട്ടാ, ഇതിനെത്ര സെയിൽ ഇന്നത്തെ? ഇന്ന് ഓഫറില്ലേ അവിടെ മോനെ? ഇന്ന് ഓഫർ ഉണ്ടല്ല. ഇതിന് 4 കോടി ഇല്ലേ? അപ്പം ഇതിന് വലിയ ഓഫർ 4 കോടിക്ക് ഓഫറുണ്ട് മോനെ. എത്ര ചേട്ടാ ഓഫർ? ഒരു അയ്യോ എൻ്റെ തോക്കുന്ന ആരും വേണ്ട. ഓഫറുള്ളത് ആകെ എൻ്റെ ഉള്ള എത്ര ഓഫർ? ആടാ, നമ്മളുടെ ഈ കടയിൽ നിനക്ക് പർച്ചേസ് ചെയ്യണമെന്നൊക്കെ നിനക്ക് പകുതി വിലക്ക് എടുക്കാം. ഓക്കെ, അതിൻ്റെ പകുതി. അപ്പം ഇതിന് 4 കോടി അല്ലേ? ആടാണ് ഇതിന് 4 കോടിയാണ്. അപ്പം നിനക്കിത് വേണമെങ്കിൽ 4 കോടി നിനക്ക് 2 കോടിക്ക് പർച്ചേസ് ചെയ്യാം. 2 കോടി. എൻ്റെ ഇപ്പോൾ 4 കോടി ഉണ്ട്. എന്തായാലും എനിക്ക് ഈ കാർ വേണ്ട. 2 കോടി. റോൾസ് റോയ്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മുൻഭാഗം ഇഷ്ടമല്ല. ഇത് പിന്നെ നല്ല പെട വണ്ടിയാണ്, പക്ഷെ റൂൾസ് പെട വണ്ടിയാണ്. ഇത് എത്ര? ഇതിന് 5 കോടി. 5 കോടി. അപ്പോൾ ഇതിന് 5 കോടിയുടെ
5 കോടി കിട്ടാൻ 250 ലക്ഷം 25 ലക്ഷം അല്ലേ 25 ലക്ഷമാണ് അറിയില്ലടാ 25 ലക്ഷം അല്ലേ 25 കോടി 200-500 കോടി എനിക്കറിയില്ല എന്തായാലും 2,500,000 എടുത്തത് 500 രൂപക്ക് എടുത്തു ഓക്കെ 2,500 രൂപക്ക് എടുത്തോന്നു അല്ലേ ഓക്കെ ഇതിനും അത്യാവശ്യം പൈസ ഉണ്ട് ഇതിനെത്ര ചേട്ടാ ഇതിനല്ലേ ഇത് ബുഗാട്ടിയല്ലേ ഇതിന് അത്യാവശ്യം കാശുണ്ട് 10 കോടി അപ്പോൾ നീ 5 കോടിക്ക് എടുത്തോ എൻ്റെ ഇപ്പം 5 കോടി ഇല്ല ചേട്ടാ അപ്പോൾ ഇതിനെത്ര ചേട്ടാ ഈ ഓഫറിലുകൊണ്ട് ഇതിന് ശരിക്കും വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ എത്രയാവോ ഓർമ്മയില്ല എന്തായാലും ഇതിനൊരു 5 കോടി ഇതെന്ത് ഇതെന്താ എൻ്റെ ചേട്ടാ എന്നെ എടുത്തോട്ട് കൂടിയ ചേട്ടാ ഓക്കെ പറഞ്ഞ പോലെ ഇതിനെത്രയാണെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട എനിക്കിഷ്ടമില്ല എന്തായാലും ലംബോർഗിനി റൂസ് തന്നെ എനിക്ക് എടുക്കാം അല്ല അപ്പം എന്താ പൈസ കൊടുക്കട്ടെ പൈസ ഞാൻ അയക്കാം അപ്പം നിൻ്റെ ബാഗിൽ എന്തുട്ടാ ചേക്കാ അത് ചേട്ടാ അത് പൈസ അല്ല അതെൻ്റെ കുറച്ച് തുണികളൊക്കെ അത് എൻ്റെ ഇത് അയച്ചു കൊടുക്കട്ടെ അല്ല ബുഗാട്ടി ഞാനങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് പൈസ ബുഗാട്ടി വാങ്ങിച്ചിട്ടില്ല പിന്നെ ബുഗാട്ടി പറഞ്ഞ ഓക്കെ ഞാൻ ഇതിലല്ലേ വാങ്ങിച്ചത് 2 കോടി എന്തെങ്കിലും എന്നാൽ ശരി ചേട്ടാ എൻ്റെ ഉള്ളത് പൈസ അല്ല കേട്ടോ ഗായ്സ് എൻ്റെ 2 കോടി ഇല്ല എന്തായാലും എനിക്ക് ബാക്കി ഇപ്പോൾ ഉണ്ട് ഇത് ഫോർ സെയിൽ ഞാൻ ഇപ്പം ഇതെല്ലാം ഓഫറിലുകൊണ്ട് വല്ല പൈസ കൂട്ടുമോ മേടിച്ചു ഇത് കാരണം എനിക്ക് കയറാത്തില്ല ചേട്ടാ അത് അതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നീക്കിയിട്ട് ഞാൻ ആദ്യം ഇനി ഞാൻ ബൈക്ക് എടുത്തതാ